എന്തൊരു പുളിയാണോ? എങ്ങനെയും കണ്ട ആൾക്കാരിൽ ഇത് കഴിക്കുന്നത്? അത് മോശമാണെന്ന് ആൾക്കാർക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട്. ഒരു സാധനം ഭയങ്കര പോപ്പുലർ ആയി കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നല്ലതാണെന്ന് ആൾക്കാർ പറയും. ഇല്ലെങ്കിൽ കുറച്ചിലായാലോ. ഫഹദ് ഫാസിൽ പറഞ്ഞ പോലെ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. ഞാനും ട്രൈ ചെയ്തു ഈ ബൺ മസ്ക. ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബണ്ണെടുത്ത് അതിനകത്ത് ഫില്ലിങ് കൊടുത്ത് അതിൻ്റെ അരികു വശത്ത് കൂടെ വീണ്ടും ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ മിക്സ് തേച്ച് പിടിപ്പിച്ച് ഇറാനി ചായ തന്നെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. അതിനകത്ത് ഡിപ്പ് ചെയ്തും കഴിച്ചു, അല്ലാണ്ടും കഴിച്ചു. സത്യം പറഞ്ഞാൽ ആ ബൺ മസ്ക അങ്ങനെയായിട്ട് കഴിക്കാനും ഇറാനി ചായ ആയിട്ട് കുടിക്കാനുമാണ് ടേസ്റ്റ്. ഈ ബണ്ണ് ഇതിന് മിക്സ് ആക്കുന്ന സമയത്ത് അതിൻ്റെ ബട്ടറെല്ലാം കൂടെ ചായയിലേക്ക് മെൽറ്റായി ചായയുടെ രസം കൂടെ പോവുകയാണ്. പിന്നെ ബട്ടർ ഇഷ്ടമാവുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടമാവുന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത്രയും ഹൈപ്പ് കൊടുക്കേണ്ട ഒരു ആവശ്യം ഇതിനുണ്ടോ? നിങ്ങൾക്ക് എന്താ തോന്നിയിട്ടുള്ളത്? എൻ്റെ കുട്ടിക്കാലങ്ങളിലും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ് വിരുന്നിന് വരുന്ന സമയങ്ങളിലൊക്കെ ഒരുപാട് സ്നാക്ക് ഐറ്റംസിൻ്റെ ഇടയിൽ വെക്കുന്ന ഒരു ഐറ്റമായിരുന്നു ഈ വീട്ടിലുണ്ടാക്കിയ വെണ്ണ. അതിനകത്തേക്ക് അല്പം പഞ്ചസാര ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വൈറ്റ് കളറാക്കി ബ്രെഡിനകത്ത് സ്പ്രെഡ് ചെയ്ത് കഴിക്കുക എന്നുള്ളത് കേട്ടോ. ആ സംഭവം ഈ ബൺ മസ്കയേക്കാൾ കൂടുതൽ ടേസ്റ്റ് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് ഈ ബൺ മസ്ക അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. ഞാനിവിടെ ഇറാനി ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ ചായപ്പൊടിയും പിന്നെ അതിലേക്ക് ഏലക്കായ, ഇഞ്ചി, പട്ട എന്നിവ ചേർത്ത് അല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് ഒന്ന് വിസിലടുപ്പിച്ചു. പാല് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയതിന് ശേഷം അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ഒഴിച്ചിട്ടാണ് മിൽക്ക് മിക്സ് റെഡിയാക്കിയത്. ചായപ്പൊടിയുടെ കണ്ടൻറ്റ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് അതിനകത്തേക്ക് പാലും കൂടെ ഒഴിച്ച് മിക്സ് ആക്കിയപ്പോൾ നമ്മുടെ ഇറാനി ചായ റെഡിയായി. അപ്പോൾ നിങ്ങളുടെ മറുപടികൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ.